Who are you, mister? He is a legend, and you know his name. അത് മമ്മൂട്ടിയാണ്. And you know അവനെങ്ങനെ കുഴപ്പക്കാരന് what he's capable of. നിർത്തണം ഏരപ്പാളികളെ. അതെങ്ങനെയാണ് ഈ ഫയർ കൊണ്ടു നടക്കുന്നത്? ആർത്തി കാശിനോടല്ല. മലയാള സിനിമയെ ഒരു നാഷണൽ ലെവലിലോട്ട് എത്തിച്ച ആദ്യത്തെ വ്യക്തി ശ്രീ മമ്മൂട്ടി തന്നെയാണ്. എത്ര നല്ല നല്ല ക്യാരക്ടേഴ്സാണ് ചെയ്തത്. அவ்வளோ படங்கள் பண்ணி அவருக்கு நடிக்க மேலே வெறி இல்லை. மம்முட்டி சார் பண்ண வரைக்கு ஹாலிவுட் ஆக்டர்ஸ் எல்லாம் பண்ணதில்ல. கூறியதே தான் திரும்பவும் சொல்லுகிறேன், மம்மூட்டி சிறந்த நடிகர். ഇതൊന്നും അവന്റെ നല്ലത് എനിക്ക് മനസ്സിലായി. ഈ കാണുന്ന അല്ലവൻ, ഈ കാണിക്കുന്നതും അല്ലവൻ. പിന്നെ ആരാവൻ? இந்த நம்பர் 1 நம்பர் 2 എല്ലാം പാപ്പയാണ്. He is the only one. അധികാരകാല പരിധി തീരും വരെ അവൻ ഭരിക്കുകയും അനുഭവിക്കുകയും ചെയ്യും. അറിയാവുന്ന നല്ല ഭാഷയിൽ നിന്നോട് ഞാൻ പറയേണ്ടത് പറഞ്ഞു. പുറകെ വരരുത്. എന്റെ കോടാലിക്ക് ലൈസൻസ് ഉണ്ടോ, ടാക്സ് കെട്ടിയ രസീതുണ്ടോ എന്ന് ചോദിച്ചിട്ട് ചൺമുഖം തുടങ്ങാൻ. ആന്റണി പഴയ സ്വഭാവം കണ്ടെന്ന് വെച്ചിട്ടുള്ളൂ. ആണത്തം പണയം വെച്ചിട്ടില്ല. ചേട്ടത്തിനും പറഞ്ഞാൽ ചങ്കടി ഞാൻ പുറത്തു വരും. എല്ലാം കൈതരിക്കുമ്പോ പാർട്ടിയുടെ കൊടിയുടെ കളറിയാൻ നോക്കാറില്ല. ഇവിടുത്തെ എസ് ഐ അംഗത്തിന്റെ അമ്മായി അകത്ത് ഇരട്ട പറ്റി എടുക്കാണെന്ന് ഇത് കാണണം. കുട്ടികൾക്ക് ഓരോ പൊന്നരഞ്ഞാണം കൊടുക്കണം. അവനെ പൂട്ടണം സാറേ. ഹലോ, ഈ 72ാമത്തെ വയസ്സിലും കല്യാണം കഴിക്കാത്ത ക്യാരക്ടറായിട്ട് ചെയ്യാൻ നാണം ഇല്ലേ? ഏതാ ഒരു പടം മമ്മൂട്ടിയുടെ മാറ്റി നിർത്തി പറയാവുന്നത്? ഇതൊരു മമ്മൂട്ടി ചിത്രം എന്ന് പറയാവുന്നത് ഏത് പടം ചെയ്യണേ? പഴയ ഫയലുകൾ എടുത്ത് വായിച്ചാ പോരാ, പഠിക്കണം. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ല. എൻ്റെ ഓർമ്മയിൽ ഒരിക്കലും പഴയ മമ്മൂക്ക തിരിച്ചു വേണം ഇങ്ങനൊരു ഡയലോഗ് കേട്ടിട്ടേ ഇല്ല. കാരണം ഏറ്റവും ബെസ്റ്റ് മമ്മൂക്ക ഏതാന്ന് വെച്ചാൽ ഈ കറന്റ് മമ്മൂക്കയായിരിക്കും. നാസിക്കിലെ റിസർവ് ബാങ്കിന്റെ നോട്ടടിക്കുന്ന പ്രസ് ഉണ്ടല്ലോ, കമ്മട്ടം, അത് എടുത്തുകൊണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും. സൈക്കിളപ്പനം കണ്ടപ്പോ നിന്റെ നാ പറയും അക്കള് മുള്ളിയാ. അഴിച്ചിട്ടിരിക്കുന്ന മുണ്ടുണ്ടല്ലോ, ഇതിനകത്ത് ആണുങ്ങളെ പോലെ അന്തസ്സായിട്ട് മടക്കി കുത്താനും അറിയാൻ ഈ ജോസഫിന്. നിനക്കതറിയില്ല. എന്റെ കൈയുടെ ചൂട് തന്നെ ഗവൺമെന്റ് അത് ഈ ചെക്കന്മാർക്ക് കാണിച്ചു കൊടുക്കണം. നീ പറയണമെങ്കിൽ വരാൻ പറ നായിന്റെ മക്കളോട്. ഏത് നായിന്റെ മോനാണ് അറിയേണ്ടത് അവളുടെ കഴുത്തിൽ താലി കെട്ടുവൻ ആരാണെന്ന്? പോയിക്കോളണം, ഇല്ലെങ്കിൽ പറപ്പിക്കും ഞാൻ. വീര്യം, രൗദ്രം എന്നീ രസങ്ങളെ വളരെ വ്യക്തമായി ആ കഥാപാത്രത്തിലൂടെ പ്രതിഫലിപ്പിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇതിഹാസ കഥാപാത്രങ്ങളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ സാധിക്കൂ. ആ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ മലയാള സിനിമയിൽ ശ്രീ മമ്മൂട്ടി അല്ലാതെ മറ്റൊരു വ്യക്തിയില്ല എന്നുള്ളതാണ്. ഉളയാളി വെച്ച് ചുരുക വിളക്കാൻ കൊല്ലലെ പണം കൊടുത്ത് ചതിച്ചവളെ പുറത്തേക്ക് വിളിക്കുക. ബ്രിട്ടീഷുകാരുടെ ഏറ്റുമുട്ടിയ മയ്യത്തായ മാപ്പിളമാരെക്കാൾ എണ്ണത്തിൽ കൂടുതൽ ഹിന്ദുക്കൾ മരിച്ചിട്ടുണ്ടാവും. ആ തെറ്റിന് പഴിചാരേണ്ടത് പൂക്കോട്ടൂരും തിരങ്ങാടിയും പാണ്ടിക്കാട് ചന്തപ്പുരയിലും നാടിനു വേണ്ടി പൊരുതി മരിച്ച ധീരന്മാരെയല്ല, ഈ മണ്ണിൽ ചോര കൊണ്ട് നടക്കുന്ന മക്കളെയല്ല. അംഗമുറ കൊണ്ടും ആയുധബലം കൊണ്ടും ചതിയൻ ചന്തുവിനെ തോൽപ്പിക്കാൻ ആണായി പിറന്നവരിൽ ആരുമില്ല. പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നത് കഴിവുകൊണ്ടും മികവുകൊണ്ടും ആകാര സൗന്ദര്യം കൊണ്ടും ശബ്ദം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഈ നടൻ മലയാള മണ്ണിന്റെ സമ്പത്താണ്, സ്വത്താണ്. ഇന്നും അടുത്തുപോലും ആർക്കും എത്താനൊക്കാത്ത വിധത്തിൽ സ്വാധീനം ചെലുത്തിയ ഏക നടനും മമ്മൂട്ടിയാണ്. കുലപതി Once again is always again.
പത്മശ്രീ ഭരത് മമ്മൂട്ടിക്ക് ഒറ്റ പേര് മമ്മൂട്ടി. ആ പേരിന്റെ പിന്നിൽ വലിയൊരു വിജയമുണ്ട് മോനെ. ഒരുപാട് അവഗണനയും പരിഹാസവും അതൊക്കെ സഹിച്ച് നേടിയെടുത്തതാ ആ പേര്. അദ്ദേഹം കണ്ടിട്ടില്ലാത്ത രാജ്യങ്ങൾ ഇനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. വൺ ഓഫ് ദി വേൾഡ്സ് ഫൈനസ്റ്റ് ആക്ടേഴ്സ് ആണ്. ഇനി ലോകമുള്ളിടത്തോളം കാലം അദ്ദേഹത്തിന്റെ പേര് സ്വർണ്ണ ലിപികളിൽ കേരളത്തിന്റെ ഹിസ്റ്ററിയിൽ എഴുതപ്പെട്ടു കഴിഞ്ഞു. ഓരോ സിനിമാ മോഹിനി സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് ഈ വലിയ മനുഷ്യനാണ്. സുൽത്താൻ ഓഫ് സിനിമ. ട്രൂലി ആൻ ഇൻസ്പിറേഷൻ. സിനിമാക്കാർക്ക് മാത്രമല്ല, ജീവിതത്തിലെ എല്ലാ വാക്സ് ഓഫ് ലൈഫിലും പ്രവർത്തിക്കുന്നവർക്ക് ഇൻസ്പിറേഷൻ. നല്ല മനസ്സുള്ളവന് കൈ കഴിഞ്ഞ് ഒരുപാട് പേരെ സഹായിക്കും. പക്ഷെ ഇതൊന്നും ആരും അറിയില്ല, ആരും പറയില്ല.